ഹലോ ഫ്രണ്ട്സ്, നിശാഗന്ധിയുടെ നല്ലൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ കാണുന്ന സുന്ദരികൾ നമ്മുടെ എല്ലാം മനം മയക്കുന്ന അഡീനിയം ചെടികളാണ് കേട്ടോ. അപ്പോൾ നമ്മൾ കുറച്ചായിപ്പോൾ അഡീനിയം പ്ലാന്റ്സിൻ്റെ സെയിൽ വീഡിയോ ഒക്കെ ആയിട്ട് വന്നിട്ട് നമ്മുടെ അടുത്ത് ഒരുപാട് പേര് മെസ്സേജ് അയച്ചിട്ട് പറഞ്ഞിരുന്നു, മഴയൊക്കെ ഒരുവിധം മാറിക്കഴിഞ്ഞില്ലേ, ഇനി എന്തുകൊണ്ടാണ് അഡീനിയം കൊണ്ടുവരാത്തത് എന്നുള്ളത്. അപ്പോൾ കഴിഞ്ഞ നമ്മൾ സെയിൽ ചെയ്ത അഡീനിയം എല്ലാം നല്ല ഹെൽത്തി ആയിട്ട് നിൽക്കുന്നു, എല്ലാറ്റിലും പൂക്കളോട് കൂടി നിൽക്കുന്നു. പിന്നെ കുറേ പേരുടെ കയ്യിൽ പൂക്കളായിട്ടില്ല, അപ്പോൾ ഈ മഴയ്ക്കൊന്ന് നല്ല രീതിയിൽ മാറി വെയിൽ വരാനായിട്ട് വെയിറ്റിങ്ങിലാണ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ ഒരുപാട് നല്ല കൂട്ടുകാർ നമ്മളെ കോണ്ടാക്ട് ചെയ്യാറുണ്ട്. അപ്പോൾ എല്ലാവരുടെയും അഭ്യർത്ഥന മാനിച്ചിട്ടാണ് കേട്ടോ നമ്മൾ ഇതേപോലെ ഈ കാണുന്ന അഡീനിയം ചെടികൾ സെയിലിനായിട്ട് ഒരുക്കിയിരിക്കുന്നത്. അത്യാവശ്യം നല്ല രീതിയിൽ ഇപ്പോൾ നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ട് കേട്ടോ. പ്ലാന്റ്സിൻ്റെ കാറ്റലോഗ് നമ്മൾ ഈ വീഡിയോയ്ക്ക് ശേഷം നമ്മൾ അതിനകത്ത് കാണിക്കുന്നുണ്ട്. അപ്പോൾ ആവശ്യമുള്ള പ്ലാൻസ് ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നമ്മുടെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചാൽ മതി കേട്ടോ. അതുപോലെ തന്നെ മഴയിൽ നിന്ന് നമ്മുടെ അഡീനിയം സുന്ദരികളെ എങ്ങനെ സംരക്ഷിക്കാം എന്നും പലരും ചോദിക്കാറുണ്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെതായിട്ടുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോ ചെയ്യാനായിട്ടുള്ള ഒരു സമയം കിട്ടാത്തത് കൊണ്ടാണ് കേട്ടോ ചെയ്യാത്തത്. ജസ്റ്റ് നമ്മളൊന്ന് പറഞ്ഞു തരാം. മണ്ണിനകത്ത് ഇരിക്കുന്ന ചെടികളാണെങ്കിൽ നിങ്ങൾക്കത് മഴ വരുന്ന സമയങ്ങളിൽ ഒരു പോട്ടിനകത്ത് കുറച്ച് ചരൽ ഇട്ടിട്ട് അതിനകത്ത് നമ്മുടെ ഈ ചെടി വെച്ച് പിടിപ്പിക്കാം കേട്ടോ. അപ്പോൾ അത് നമുക്ക് വേനൽക്കാലത്തും ചെയ്യാം. എന്നിരുന്നാലും മഴക്കാലത്ത് നമ്മൾ പറയുന്നത് മണ്ണിനകത്ത് ഇരിക്കുന്നതോറും നമ്മുടെ ചെടികൾ അഴുകി പോകാനായിട്ടാണ് സാധ്യത കൂടുതൽ. അപ്പോൾ എപ്പോഴും വെള്ളം വാർന്നു പോകുന്ന ഒരു മിശ്രിതത്തിലാണ് നമ്മുടെ ചെടി ഇരിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ കാര്യമായ കേടുപാടുകളൊന്നും തന്നെ സംഭവിക്കില്ല കേട്ടോ. കൂടാതെ നമുക്ക് പ്ലാസ്റ്റിക് കവറുകൾ വെച്ചിട്ട് നമ്മുടെ ചെടിച്ചട്ടി നല്ല രീതിയിൽ കവർ ചെയ്ത് വയ്ക്കാം. അപ്പോൾ അങ്ങനെ ചെയ്താലും നമ്മുടെ ചെടികളുടെ കടയിലേക്ക് ഒരു തുള്ളി വെള്ളം വീഴാതെ നമുക്ക് സംരക്ഷിക്കാനായിട്ട് പറ്റും കേട്ടോ. നമ്മുടെ ചെടിയുടെ കോഡക്സിൻ്റെ അവിടുന്ന് താഴേക്ക് പോളിത്തീൻ കവർ ഉപയോഗിച്ചിട്ട് നമുക്ക് നമ്മുടെ ചട്ടിയോടെ കവർ ചെയ്തെടുക്കാം. എന്നിട്ട് നമ്മുടെ കോഡക്സിൻ്റെ ആ ഒരു ഭാഗത്ത് ചെറിയ രീതിയിലൊരു സെല്ലോ ടേപ്പ് വെച്ച് ഈ കവർ ഭാഗം ഒന്ന് ഒട്ടിച്ച് വെക്കുകയാണെങ്കിൽ അതിനകത്തേക്ക് വെള്ളം വീഴാതെ നമുക്ക് ഏത് മഴയിലും വെച്ച് സംരക്ഷിക്കാനായിട്ട് കഴിയും കേട്ടോ. നമ്മൾ ഈ കോഡക്സിൻ്റെ ഭാഗത്ത് സെല്ലോ ടേപ്പ് ഒട്ടിക്കുന്നതിന് പകരം കനം കുറഞ്ഞ ചെമ്പ് കമ്പിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് നമ്മുടെ ചെടിക്ക് കേടുവരാത്ത രീതിയിൽ ചെറിയ രീതിയിലൊന്ന് ടൈറ്റ് ചെയ്ത് കൊടുത്താലും മതി. അതിലെല്ലാം ഉപരി നമുക്ക് മഴ കൊള്ളാത്ത ഇടങ്ങളിലേക്ക് കയറ്റി വയ്ക്കാൻ പറ്റുമെങ്കിൽ അതാണ് കേട്ടോ ഏറ്റവും സേഫായിട്ടുള്ളൊരു കാര്യം. നമ്മുടെ കയ്യിൽ നിന്ന് പ്ലാന്റ്സ് എടുക്കുന്ന 2-3 പേര് വീടിൻ്റെ ചുറ്റിനും പോളി ഹൗസ് തയ്യാറാക്കിയിട്ട് ഈ അഡീനിയം സുന്ദരികളെ എല്ലാം അതിനകത്തേക്ക് മാറ്റി എന്നാണ് കേട്ടോ അവർ പറഞ്ഞത്. അപ്പോൾ അതുപോലെയൊക്കെ ചെയ്യാൻ താല്പര്യമുള്ളവർ അങ്ങനെയൊക്കെ ചെയ്യുക. അപ്പോൾ അതൊക്കെ ആകുമ്പോൾ നമുക്ക് മഴക്കാലത്ത് ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ ചെടികൾ അതിനകത്ത് അത്യാവശ്യം സൂര്യപ്രകാശവും കിട്ടും, യാതൊരു കേടുപാടും കൂടാതെ ഇരിക്കുകയും ചെയ്യും കേട്ടോ. പിന്നെ നമുക്ക് പോളി ഹൗസ് ഒരുപാട് ചെയ്യാനൊക്കെ അത്യാവശ്യം നല്ല ക്യാഷ് വരും. എന്നിരുന്നാലും നമുക്ക് ചെറിയ രീതിയിലൊക്കെ നമ്മുടെ വീട്ടിൽ ചെയ്തെടുക്കാനായിട്ട് കഴിയും. അപ്പം നമ്മളത് എടുത്തു പറഞ്ഞത് മറ്റൊന്നുമല്ല, അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ വീഡിയോ ഇനി ചെയ്യുമ്പോൾ അത്തരം കാര്യങ്ങൾ കൂടി ഒന്ന് ഷെയർ ചെയ്യണം, അപ്പോൾ അറിയാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്യട്ടെ എന്ന് കരുതിയിട്ടാണ് കേട്ടോ. അപ്പം നമ്മളത് അതേ പ്രകാരത ഇവിടെ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ ഈ കാണുന്നതാണ് കേട്ടോ നമ്മുടെ അഡീനിയത്തിൻ്റെ കാറ്റലോഗ് വരുന്നത്. അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. കഴിവതും വിളിക്കാതിരിക്കുക കേട്ടോ. കോള് നമുക്ക് പലപ്പോഴും അറ്റൻഡ് ചെയ്യാനായിട്ട് പറ്റാറില്ല, അതുകൊണ്ടാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ചെറിയ ചെറിയ വിശേഷങ്ങൾ. മറ്റു നല്ലൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.